എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മുളകിട്ട കറിയാണ്. അത് നമുക്കൊന്ന് കണ്ടുവരാം. മത്തി മുളകിട്ട കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ചുള ചെറിയ ഉള്ളി, ഇതിലേക്ക് ഇഞ്ചി, ചെറിയ കഷ്ണമാണ് ഇഞ്ചി, രണ്ട് പച്ചമുളക്, രണ്ട് ചെറിയ തക്കാളിയാണ്, 2 ചെറിയ തക്കാളി, തക്കാളിയൊക്കെ ഒന്നിങ്ങനെ നല്ല വഴണ്ട് വരട്ടെ. തക്കാളിയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളകും പൊടി, മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ ഇളക്കി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് എടുത്തതാ പുളിവെള്ളമാണിത്. ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പൊക്കെ എല്ലാവരുടെയും പാകം അനുസരിച്ചിട്ട് ഉപ്പിടുക. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ. കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കിലോ മത്തി, ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. മത്തിക്കറി ഈ ചോറിൻ്റെ കൂടെയും പൂളയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മത്തി കഴിക്കുന്നത് നല്ലതാണ്. മത്തിയിൽ ഒരുപാട് കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുള്ളത് കാരണം മത്തി ശരീരത്തിന് നല്ലതാണ്. പിന്നെ അതിൻ്റെ മുള്ള് വരെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ മത്തിക്കറിയൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ എരിവും പുളിവൊക്കെ ഇല്ലയെന്ന് നോക്കാം. മത്തിയിൽ എപ്പോഴും എരിവും പുളിയൊക്കെ നന്നായിട്ടുണ്ടാവണം. അപ്പോഴാണ് മത്തിക്കറിക്ക് നല്ല ടേസ്റ്റ്. നമ്മുടെ കറി ആയിട്ടുണ്ട്, നല്ല കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചീനമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചീനമുളകിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ നല്ല മണമാണ്. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഇനി അടച്ച് വയ്ക്കാം.
കറി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. കറിയുടെ നല്ല ചീനമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ല മണമുണ്ട്. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് പറയുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അടുത്തിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റൂ.